ഒഡീഷയ്ക്കെതിരെയുള്ള അവസാന നിമിഷത്തിലെ മാസ്മരിക വിജയത്തിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ ഇനി വിജയക്കൊടി പാറിക്കാൻ ബംഗാളിന്റെ തട്ടകത്തിലേക്ക്. അതെ, നാളെ വൈകിട്ട് 8 മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ അവരുടെ തട്ടകത്തിൽ വെച്ച് നേരിടും. കളിച്ച 5 മത്സരങ്ങളിൽ 3 വിജയവും 1 തോൽവിയും 1 സമനിലയുമായി ബ്ലാസ്റ്റേഴ്സ് നിൽക്കുമ്പോൾ, ഈസ്റ്റ് ബംഗാൾ ആകട്ടെ 4 മത്സരങ്ങൾ കളിച്ചതിൽ 1 വിജയവും 2 തോൽവിയും 1 സമനിലയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാരെ തങ്ങളുടെ തട്ടകത്തിൽ നേരിടാൻ ഒരുങ്ങുന്നത്. ISLന്റെ ചരിത്രത്തിൽ പരസ്പരം ഏറ്റുമുട്ടിയ ആധിപത്യം ആർക്കാണെന്ന് ചോദിച്ചാൽ 2020 ISLൽ എത്തിയ ഈസ്റ്റ് ബംഗാളുമായി ആകെ 6 മത്സരങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. അതിൽ 2 മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ 1 മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും ജയിച്ചു. ബാക്കി 3 മത്സരങ്ങളും സമനിലയിൽ പിരിയുകയായിരുന്നു. അടിച്ച ഗോളുകളുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് 7 തവണ ഈസ്റ്റ് ബംഗാൾ വല കുലുക്കിയപ്പോൾ 5 എണ്ണം അവർ തിരിച്ചടിച്ചു. ഇനി ലാസ്റ്റ് സീസൺ നോക്കുകയാണെങ്കിൽ ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വീതം ജയിക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഈസ്റ്റ് ബംഗാളിനെ തീർത്തും വില കുറച്ച് കാണാനും സാധിക്കില്ല. എന്നാൽ ഈ ഒരു സീസണിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വെല്ലുവിളിയാകുമെന്ന് തോന്നുന്നില്ല. അതിനാൽ തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പരിക്കും വിലക്കും കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ മത്സരം ഒഡീഷ FCക്കെതിരെ ഇറങ്ങിയ ടീം ലൈനപ്പിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാകും നാളെ ബംഗാൾ തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. നിലവിൽ 3 യെല്ലോ കാർഡുകൾ വാങ്ങിച്ച ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ നാളെ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു യെല്ലോ കാർഡ് കൂടി വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കും. കാരണം 4 യെല്ലോ കാർഡുകൾ കിട്ടിയാൽ ISL നിയമങ്ങൾ അനുസരിച്ച് അടുത്ത ഒരു മത്സരം നഷ്ടമാകും. അങ്ങനെ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരമായ ഹൈദരാബാദ് FCക്കെതിരെ ലൂണയ്ക്ക് മത്സരം നഷ്ടമായാലും പിന്നീട് വരുന്ന ശക്തരായ ടീമിനെതിരെ കളിക്കുമ്പോൾ ലൂണ ടീമിനൊപ്പം ഉണ്ടാകും. കേരള ബ്ലാസ്റ്റേഴ്സിനും അത് തന്നെയാവും ഗുണം ചെയ്യുക. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.